നിങ്ങൾ എന്നോടൊരു കാര്യം ചോദിക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ നിജേഷിനോട് മറുപടി പറയാൻ പറഞ്ഞാൽ അത് എങ്ങനെ ശരിയാവും? അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ കെട്ടിച്ചമഞ്ഞ് ഞാൻ ഇരിക്കണതിൽ അർത്ഥമില്ലല്ലോ. ശ്രീ ഉല്ലാസ് അങ്ങ് സഹകരിക്കണം. പിണറായി വിജയന്റെ ശ്രീ ഉല്ലാസ് അങ്ങ് സഹകരിക്കൂ. ഞാൻ സമയമുള്ള കുറവായതുകൊണ്ടാണ് പറയുകയാണ്, വക്രീകരിച്ച് പറയുകയാണ്. നമ്മൾ ഇവരെ അറസ്റ്റ് ചെയ്യണമെന്നല്ല പറഞ്ഞത്. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഇവിടെ ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ BJP എങ്ങനെ കാണുന്നു? ഡൽഹിയിൽ ഇന്ന് പല സ്ഥലങ്ങളിലും പോസ്റ്ററുകൾ വന്നു എന്നാണ് പറയുന്നത്. അതായത് മമത, അതുപോലെ തന്നെ CPM, നേരെ തിരിച്ച് കോൺഗ്രസ്, ഇവരെ ഒക്കെ മുൻപ് പറഞ്ഞിട്ടുള്ള പല പ്രസ്താവനകളും ഫ്ലക്സുകളായിട്ട് പല ദിക്കുകളിൽ പ്രത്യക്ഷപ്പെട്ടു. അതിന്റെ പിന്നിൽ എന്തായാലും ഇന്ന് ചേർന്ന 23 പേരുമല്ല, പുറമേ നിന്നുള്ള ആളുകളാണ് എന്ന സംശയവും ഉയർന്നിരുന്നു. സ്വാഭാവികമായിട്ടും ആ സംശയം നീണ്ടത് BJP കേന്ദ്രങ്ങളിലേക്കുമാണ്. അതവിടെ നിൽക്കട്ടെ. എങ്കിലും BJP ഇന്നത്തെ ഈ യോഗത്തെ എത്ര ഗൗരവത്തോടെ കാണുന്നു? പ്രത്യേകിച്ചും അവർ 5 കാര്യങ്ങൾ അക്കമിട്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഈ മൺസൂൺ സെഷനുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന കാര്യങ്ങളാണ്. ആദ്യം രാഹുൽ ഗാന്ധി എന്ന് പറയപ്പെടുന്ന പ്രതിപക്ഷ നേതാവ് പ്രതിരോധത്തിലാവാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു പ്രതിപക്ഷം ഉണ്ടാവട്ടെ. ഒരു കാര്യം മനസ്സിലാക്കണം വേണുവായി, അതിനകത്ത് നാടിൻ്റെ വികസനമോ നാട്ടിലെ ജനങ്ങളുടെ സങ്കടങ്ങളോ പ്രയാസങ്ങളോ ഉന്നയിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തിലേക്കൊന്നല്ല ഇവരുടെ മുന്നണി പോകുന്നത്. ഇവരെന്താ വെച്ചാൽ അധികാരത്തിലിരുന്ന് കാലാകാലമായിട്ട് ഇവർക്കിങ്ങനെ കിട്ടിയിരുന്നൊരു സുഖലോലുപതയുണ്ടല്ലോ, അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടുകച്ചവടം. ആ കൂട്ടുകച്ചവടമായിട്ടാണ് ഈ മുന്നണി ഉണ്ടാക്കപ്പെട്ടത്. നോക്കൂ, ഈ കോമൺ മിനിമം പ്രോഗ്രാമോ അല്ലെങ്കിൽ ഇവിടെ ഒരു സാമ്പത്തിക നയമോ വിദ്യാഭ്യാസ നയമോ രാഷ്ട്രീയ നിലപാടുകളോ വിദേശ നയമോ ആ നയവുമായൊക്കെ ബന്ധപ്പെട്ട് അതിനാണ് ഒരു തീരുമാനം ഉണ്ടാക്കി ഇവരെല്ലാവരും കൂടി കൂട്ടി യോജിപ്പിക്കണേ, അതിനാണ് ഒരു പ്രതിപക്ഷ സംവിധാനം പറയണത് എന്നുണ്ടെങ്കിലൊക്കെ നമുക്കതൊക്കെ ഒരു അംഗീകരിക്കാവുന്ന രാഷ്ട്രീയ നിലപാടുകളാണെന്നൊക്കെ വിചാരിക്കാം. അത് പൊളിറ്റിക്സിലുള്ളതാണ്. പക്ഷെ ഇവരെന്ന് പറയപ്പെടുന്നതല്ല, BJPനെ എതിർക്കുന്ന എല്ലാവരും കൂടി വാരിക്കൂട്ടിയൊരു കൊട്ടയിലിട്ടിട്ട് ഞാൻ അതിൻ്റെ നേതാവെന്നും പറഞ്ഞ് രാഹുൽ ഗാന്ധി ഇരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നേതൃപാഠം ഉണ്ടെങ്കിൽ അതിനെ കോർഡിനേറ്റ് ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാവണം. അല്ല എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ഇവരെടുക്കുന്ന നിലപാടുകൾ എന്താണെന്ന് ആലോചിക്കണം. ഇവർക്കൊരു നിലപാടുമില്ല. താങ്കൾ പറയുകയുണ്ടായി ഇവരെന്ന് പറയുന്നത് BJP വിരുദ്ധരെ എല്ലാം ഒരു കൊട്ടയിലേക്ക് ഇടുന്നു എന്ന്. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് BJP പറയുമ്പോൾ കോൺഗ്രസ് വിരുദ്ധരെ എല്ലാം ഒറ്റ കൊട്ടയിൽ ഇടാനായിട്ട് നോക്കുന്നു. അങ്ങനെയാണ് ആ മുദ്രാവാക്യത്തിന്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ അല്ലല്ല, നാട്ടിലുണ്ടെങ്കിൽ അവർ കോൺഗ്രസ് കൃത്യമായിട്ട് ഞങ്ങൾക്കെതിരെ മത്സരിച്ചോട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾക്ക് അജണ്ട കൃത്യമായിട്ട് രാഷ്ട്രീയം തന്നെ ജനങ്ങളോട് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുള്ളതാ. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്ത് കാലാകാലമായി അവർ അധികാരത്തിലിരുന്നിട്ടും അടിസ്ഥാന വർഗത്തിന്റെ ഗുണകരമായിട്ടുള്ള മുന്നേറ്റത്തിന് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ ലൈൻ തന്നെയാണ്. ഞങ്ങളത് കൃത്യമായി ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള 12 കൊല്ലം കൊണ്ട് ഞങ്ങൾ ഇന്ത്യ മഹാരാജ്യം നടപ്പിലാക്കിയിട്ട് ഓരോ പ്രവർത്തനങ്ങളും ഇവർ ചെയ്യാൻ പറ്റാത്ത BJP പ്രതിരോധിക്കുന്നവരാണ്. അങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് BJP പ്രതിരോധിക്കുന്നവർ കൂട്ടായി നിന്നാൽ പിന്നെ എങ്ങനെയാണ് BJP വിരുദ്ധരെ എല്ലാം കൂടെ ഒറ്റക്കൊട്ടയിൽ ഇട്ടു എന്ന് പറയുന്ന വാദം നിൽക്കുക? നിനക്കിപ്പോ പ്രശ്നം എന്താണ്? അങ്ങനെ തന്നെയാണെന്ന് ഒരു സംശയമില്ല വേണുവായി. ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു നോക്കിയാൽ അറിയാം. ഞാൻ ചോദിക്കട്ടെ, ഞാൻ വേണുവായി നമ്മൾ കേരളത്തിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്നത്, ഈ കേരളത്തിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് ഇന്ന് ജോൺ ബ്രിട്ടാസ് ആ ചർച്ചയ്ക്ക് പോയിട്ടുണ്ടല്ലോ. ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് പങ്കെടുത്തു എന്നാണ് എൻ്റെ വിശ്വാസം. MA ബേബിക്ക് പകരം ജോൺ ബ്രിട്ടാസിനെ വിട്ടിട്ട് പ്രതിഷേധം അറിയിച്ചു എന്ന് പറഞ്ഞാൽ വലിയേട്ടൻ പോയിട്ടില്ല, കൊച്ചനീനെ പറഞ്ഞേക്കുണ്ട്, പ്രതിഷേധമുണ്ട് എന്ന് പറഞ്ഞു എന്നുള്ളവർ പറയണേ. എന്താണ് ജോൺ ബ്രിട്ടാസിന്റെ പോയ നിലപാടിനോട് ED സതീശന് പറയാനുള്ളത്? ഇവരിവിടെ ഒരുമിച്ചല്ലേ, ഇവർ കൃത്യമായിട്ട് ഇവർ ഒരുമിച്ച് നിന്നിട്ട് അങ്ങനെയാണെങ്കിൽ പിണറായി വിജയന്റെ വീട്ടിലേക്ക് റെയ്ഡ് നടത്തിയതിൽ DYFI മാത്രമല്ല പ്രതിഷേധിക്കേണ്ടത്, യൂത്ത് കോൺഗ്രസും BD സതീശനൊക്കെ പ്രതിഷേധിക്കണം. ഇവര് ഒരു ഘട്ടമല്ല, ഇവര് രാഷ്ട്രീയ പ്രതിരോധം തീർക്കണ്ടേ? രാഷ്ട്രീയപരമായിട്ട് ഇവർ ഉപദ്രവിക്കുന്നതല്ല ഇവരുടെ വാദം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിലെ നേതാക്കന്മാർ ഈ വിമർശനം നടത്തുന്നതിൽ അത് പറയാൻ പാടില്ല, ഖാർഗെ അത് പറയാൻ പാടില്ല, രാഹുൽ ഗാന്ധി പറയാൻ പാടില്ല. അതാണ് നിലപാട്. മോനെ, എന്താണ് നിന്റെ പ്രശ്നം? ഇതിലെ ഞാൻ വളരെ കൃത്യമാണ് വേണുവാ, ഇതിൽ അവരുടെ ഒരു നിലപാടില്ലാത്തവന്മാരാണെന്ന് ഇന്ത്യ മുന്നണി എന്ന് പറയപ്പെടുന്നത്. ഈ ഒരു നിലപാടില്ല ഇവർക്ക് ഒരു കാര്യത്തിലും. ഇവരെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി സർക്കാരിന് എതിരെ 4 ജയ് വിളിച്ച അപ്പ വിളിച്ചു, അടുത്ത മീറ്റിങ്ങിന് ചായയും ബിസ്ക്കറ്റ് കൊണ്ട് വന്നോളെ, ഇരുന്നോളെ, നിങ്ങൾ ഇട്ടുള്ളത് എന്താ ചെയ്യാ പറഞ്ഞോളെ.
ഒരു രാഷ്ട്രീയത്തിന് നിലനിൽക്കാനുള്ള ചില കാര്യങ്ങളില്ലേ, അതിന് പ്രായോഗികമായിട്ടുള്ള നിലപാടുകളുണ്ട്. ആ നിലപാടുകളിൽ ഒരു തരത്തിലും ഇവർ ഈ ടീം കൂട്ടായ്മയിലില്ല. ഇത് CPM-നെ സംബന്ധിച്ച് അവർക്ക് രാജ്യത്ത് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ കൂടെ നിൽക്കണമെന്ന് മാത്രം. പാർട്ടികളെയൊക്കെ ഓരോരോ ഭിന്നിപ്പിച്ച് അതിനെയൊക്കെ വിഴുങ്ങി പല രൂപത്തിൽ പല തരത്തിൽ പല തട്ടുകളിലേക്കാക്കുന്ന ഈ പറയുന്ന അത്ഭുത പ്രക്രിയയൊന്നും എന്തായാലും ഇന്ത്യ മുന്നണി ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ വേണുവായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. DMK മുന്നണി തമിഴ്നാട്ടിൽ കോൺഗ്രസ് ആരുടെ കൂടെയായിരുന്നു? അധികാരത്തിന്റെ 2 അപ്പകഷ്ണം അങ്ങോട്ട് 2 ബിസ്ക്കറ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്തപ്പോ എന്ന് പറഞ്ഞിട്ട് കടിച്ചു തിന്ന് പോയിട്ട് മന്ത്രിയായി പോയില്ലേ? ആ രാഷ്ട്രീയ നിലപാട് കുറവ് എന്ന് പറയപ്പെടുന്നത് വേണുവായി എങ്ങനെ അതിനെ വായിക്കും? എങ്ങനെ അതിന് വായിക്കും? അധികാരത്തിന്റെ അപ്പകഷ്ണം കിട്ടിയ സമയത്ത് ഭംഗിയായിട്ട് അങ്ങോട്ട് ചവിട്ടിയ മാറ്റിയ സമയത്ത് അതിനെ എങ്ങനെ നിങ്ങൾ ന്യായീകരിക്കും? ആ രാഷ്ട്രീയത്തെ എങ്ങനെ ന്യായീകരിക്കും? ഞാൻ ചോദിക്കട്ടെ, TMC-യുമായി ബന്ധപ്പെട്ട് അതിലെ തന്നെ 10-20ഓളം ആളുകൾ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ആ രാഷ്ട്രീയത്തിൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? അത് ഏത് അത്ഭുതത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളതാ? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയ നിലപാടുകൾക്ക് അടിസ്ഥാനമായിട്ട് കൃത്യമായിട്ടുള്ളൊരു രീതിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്, ഒരു നയത്തിന് വേണ്ടിയിട്ടാണ് ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നത്, ഒരു മുന്നണി ഉണ്ടാകുന്നത്. അതിനെ അംഗീകരിക്കാം. ഇതങ്ങനെയല്ലല്ലോ. അധികാര രാഷ്ട്രീയത്തിന്റെ പുറകെ കിട്ടാൻ പറ്റാണ്ട് വരുന്ന സമയത്ത് ഇത് എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവരെ എതിർപ്പായിട്ടുള്ള അതിൽ പ്രത്യയശാസ്ത്രം ഉണ്ടോ, ആശയമുണ്ടോ? ഒന്നുമില്ലെന്ന്. ഒക്കെ കൂടി അങ്ങോട്ട് കൂട്ടി വളച്ചിട്ട് അങ്ങോട്ട് വരാൻ നോക്കുക. വേണ്ട സർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാർ എന്തിനാ മറുപടി പറയാൻ പോകുന്നത്? ആം ആദ്മി പാർട്ടിയുടെ കാര്യം പറഞ്ഞു. ആം ആദ്മി പാർട്ടിക്കെതിരെ പരാതി കൊടുത്താരാ? കോൺഗ്രസ് നേതാവല്ല ഡൽഹിയിൽ. ഞാൻ അറിയാം, എനിക്കോ വേണുവായിക്കോ അറിയാത്ത കാര്യമാണോ? അപ്പൊ ഇതിനകത്ത് ഒരു കൂടെ നിൽക്കുന്ന കണ്ണ് തിരിഞ്ഞ അപ്പ കലക്കൂര്. അങ്ങനെ നിൽക്കുന്ന ഒരു മുന്നണി നിലനിൽക്കില്ല വേണുവായി ഒരു കാരണവശാലും. ഇത് ഒരു കൊല്ലം തികയില്ല. ഒരു കൊല്ലം തികയുമ്പോഴേക്കും ഭസ്മക്കാവിടെയോ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ വേണുവായി നേരത്തെ നിജേഷ് പറഞ്ഞില്ലേ, നിജേഷ് എപ്പോഴും പറഞ്ഞ BJP-കാരങ്ങനെ ചെയ്തില്ലേ, BJP-കാരങ്ങനെ. എൻ്റെ പൊന്നു നിജേഷ്, ഈ വീട്ടിലത്തെ കാലത്തിൽ അരി പോകുന്നുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ടെന്ന്. നിങ്ങളുടെ വീട്ടിലെ കല അടപ്പത്ത് വെച്ചിട്ട് അരി എടുക്കാൻ പോകുമ്പോഴേക്ക് ആ കലം കൊണ്ട് മറ്റുള്ളവർ പോവുക. അത് ആദ്യം പരിഹരിക്കുക, എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പഠിപ്പിക്കാൻ. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഞങ്ങളൊരു വീട്ടിനകത്ത് ഒരു കലത്തിൽ ചോറിടാൻ തീരുമാനിച്ച് ഞങ്ങളത് വേവിച്ചിട്ടുണ്ടാവും, ഞങ്ങളത് വാർത്തിട്ടുണ്ടാവും, അത് ഊറ്റിയിട്ടുണ്ടാവും, ഞങ്ങളത് ഉണ്ടിട്ടുണ്ടാവും. അത് ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട. പിന്നെ DMK-ന്റെ അല്ല ചേട്ടാ, 12 കൊല്ലമായിട്ട് നിങ്ങളുടെ സൂപ്പർ സ്റ്റാർ പ്രതിപക്ഷത്തിൽ ഇരുന്നിട്ട് കരയന്നെയല്ലേ? അധികാരത്തിൽ വന്ന് ജനങ്ങളെ സേവിക്കാനുള്ള അവസരം ജനാധിപത്യത്തിൽ ജനങ്ങൾ കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ അത് ആദ്യം മേടിച്ചിട്ട് പോവാ നിങ്ങൾ രാഷ്ട്രീയത്തിലല്ലോ. എന്നിട്ട് നമുക്ക് സംസാരിക്കാം. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ നേരത്തെ പറയല്ലേ, ഞങ്ങള് രാഷ്ട്രീയമാണ്, ഞങ്ങൾ 400, 500 ഒക്കെ ഞങ്ങൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും. പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണം എന്ന് പിണറായി വിജയനെ ED അറസ്റ്റ് ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചത് ശരിയല്ല എന്ന CPM-ന്റെ നിലപാട് ബ്രിട്ടാസ് ഇന്ന് ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ വെച്ചു. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? ആ വിമർശനത്തെ ഉൾക്കൊള്ളേണ്ട ഒരു സമീപനം സ്വീകരിക്കണമെന്ന അഭിപ്രായം കേരളത്തിലെ പാർട്ടിക്കുണ്ടോ നിജേഷ്? അല്ല, വേണു പറഞ്ഞുകൊണ്ടിരുന്നത് തെറ്റായ കാര്യം. അല്ല വേണുവായി, നിങ്ങൾ എന്നോടൊരു കാര്യം ചോദിക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ നിജേഷിനോട് മറുപടി പറയാൻ പറഞ്ഞാൽ അത് എങ്ങനെ ശരിയാവും? അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ കെട്ടിച്ചമഞ്ഞ് ഞാൻ ഇരിക്കണതിൽ അർത്ഥമില്ലല്ലോ. ശ്രീ ഉല്ലാസ് അങ്ങ് സഹകരിക്കണം. പിണറായി വിജയന്റെ ശ്രീ ഉല്ലാസ് അങ്ങ് സഹകരിക്കൂ. ഞാൻ സമയമുള്ള കുറവായതുകൊണ്ടാണ് പറയുകയാണ്, വക്രീകരിച്ച് പറയുകയാണ്. നമ്മൾ ഇവരെ അറസ്റ്റ് ചെയ്യണമെന്നല്ല പറഞ്ഞത്. യവൻ പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാ വെറും പുലിയല്ല, ഒരു സിംഹം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.